ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 17 ശ്രദ്ധാവിഭാഗങ്ങൾ. ശ്ലോകം 4. യേജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഃ പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ യേജന്തേ താമസാ ജനാഃ. വിവർത്തനം. സാത്വികരായ ജനങ്ങൾ ദേവന്മാരെയും രാജസ സ്വഭാവികൾ അസുരന്മാരെയും തമോ ഗുണപ്രധാനികൾ ഭൂതപ്രേതങ്ങളെയും ആരാധിക്കുന്നു. ഭാവാർത്ഥം: പലതരത്തിലുള്ള ഉപാസകരെ അവരുടെ ബാഹ്യപ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചൂണ്ടിക്കാട്ടുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. വൈദികാജ്ഞയനുസരിച്ച് പരമപുരുഷനായ ഭഗവാൻ മാത്രമാണ് ആരാധ്യൻ. എന്നാൽ വൈദിക ജ്ഞാനങ്ങളുമായി ഇടപഴകാത്തവരും അവയിൽ വിശ്വസിക്കാത്തവരും താങ്ങളുടെ ഭൗതിക ഗുണങ്ങൾക്ക് അനുസരിച്ച് മറ്റു പലതിനെയും ആരാധിക്കുന്നു. സത്വഗുണാവസ്ഥയിലുള്ളവർ സാമാന്യേന ദേവന്മാരുടെ ആരാധകരാണ്. ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ എന്നിങ്ങനെ ദേവന്മാർ പലരുണ്ട്. സാത്വിക ജനങ്ങൾ ഒരു പ്രത്യേക സിദ്ധിക്കായി ഓരോ പ്രത്യേക ദേവനെ ആരാധിക്കുന്നു. രാജസ സ്വഭാവികൾ ഇങ്ങനെ തന്നെ അസുരന്മാരെ ആരാധിക്കുന്നവരാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കരിഞ്ചന്തയിൽ അളവറ്റ സ്വത്ത് സമ്പാദിച്ചതിൻ്റെ നന്ദി സൂചകമായി കൽക്കട്ടയിലെ ഒരാൾ ഹിറ്റ്ലറെ ആരാധിച്ചിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ രജസ്തമോ ഗുണ സ്വഭാവികൾ പ്രതാപിയായ ഒരു മനുഷ്യനെ ഈശ്വരനെന്ന് കരുതിപ്പോരുന്നു. ഈശ്വരനെന്ന് കരുതി ആരെ സേവിച്ചാലും ഈശ്വരനെ സേവിക്കുന്ന ഫലമുണ്ടാകുമെന്നാണ് അവരുടെ വിചാരം. രജോ ഗുണത്തിൽ വർത്തിക്കുന്നവർ അത്തരക്കാരായ ദേവന്മാരെ സൃഷ്ടിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്നും തമോ ഗുണ പ്രധാനികൾ പ്രേതോപാസന ചെയ്യുന്നുവെന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആളുകൾ ചിലപ്പോൾ മരിച്ചവരുടെ ശവകുടീരങ്ങളിൽ അർച്ചന നടത്തുന്നു. താമസാനുഷ്ഠാനങ്ങളിൽ ലൈംഗിക കർമ്മവും ഉൾപ്പെടുന്നു. ഭാരതത്തിലെ ചില വിദൂര ഗ്രാമങ്ങളിൽ പ്രേതോപാസകരുണ്ട്. അധകൃത വർഗങ്ങളിൽപ്പെട്ട ചിലർ കാട്ടിലേക്ക് പോവുക പതിവാണ്. ഒരു വൃക്ഷത്തിൽ പ്രേത സാന്നിധ്യമുണ്ടെന്നറിഞ്ഞാൽ അവർ ആ വൃക്ഷത്തെ ആരാധിച്ച് ബലിദ്രവ്യങ്ങൾ അർപ്പിക്കും. ഇത്തരം ഉപാസന ചടങ്ങുകളൊന്നും വാസ്തവത്തിൽ ഈശ്വരാരാധനയല്ല. ആധ്യാത്മികമായ ശുദ്ധ സാത്വികതയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈശ്വരാരാധന. സത്വം വിശുദ്ധം വസുദേവ ശക്തിദം എന്ന് ശ്രീമദ് ഭാഗവതം 4:3-23. വിശുദ്ധ സാത്വികാവസ്ഥയിലുള്ളയാൾ വാസുദേവനെ ആരാധിക്കുന്നു. ഭൗതിക പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് തികച്ചും മുക്തി നേടി അതീന്ദ്രിയതാഭാവമാർന്നവനെ പരമപുരുഷനെ ആരാധിക്കാൻ കഴിയൂ എന്നർത്ഥം. വ്യക്തിശൂന്യവാദികളും സത്വഗുണസ്ഥിതരായിരിക്കേണ്ടതാണ്. അവർ പഞ്ചോപാസകരാണ്, 5 ദേവതകളെ ആരാധിക്കുന്നവർ. അവർ ഭൗതിക ലോകത്തിൽ സൈദ്ധാന്തിക വിഷ്ണുവെന്നറിയപ്പെടുന്ന അരൂപിയായ വിഷ്ണുമൂർത്തിയെയാണ് ആരാധിക്കുന്നത്. പരമദിവ്യോത്തമ പുരുഷന്റെ രൂപവിസ്തരണമാണ് വിഷ്ണു. പക്ഷേ അവ്യക്തഗതവാദികൾ ഭഗവാനിൽ ആത്യന്തികമായി വിശ്വസിക്കാത്തതുകൊണ്ട് ഈ വിഷ്ണുരൂപം വ്യക്തിശൂന്യ ബ്രഹ്മത്തിൻ്റെ മറ്റൊരു ഭാവം മാത്രമെന്ന് അനുമാനിക്കുന്നു. ബ്രഹ്മാവ് രജോ ഗുണത്തിൻ്റെ വ്യക്തിശൂന്യഭാവമാണെന്ന് അവർ സങ്കല്പിക്കുന്നു. അങ്ങനെ അവർക്ക് ആരാധ്യരായിട്ട് 5 ദേവതാമൂർത്തികളുണ്ട്. എന്നാൽ യഥാർത്ഥ തത്വം വ്യക്തിശൂന്യ ബ്രഹ്മം മാത്രമാണെന്ന വിശ്വാസത്താൽ എല്ലാ ആരാധനാമൂർത്തികളെയും അവസാന ഘട്ടത്തിൽ ഉപേക്ഷിക്കുകയാണ് പതിവ്. ചുരുക്കത്തിൽ ആധ്യാത്മികോത്കർഷം നേടിയവരുടെ സഹവാസത്താൽ ഒരാൾക്ക് ഭൗതികമായ ത്രിഗുണങ്ങളെ ശുദ്ധീകരിക്കാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.